ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഒരു ലൈക്കും കൂടെ തരണേ. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതേപോലെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി ചെയ്യുക. നടിയെ ആക്രമിച്ച സംഭവത്തിൽ അന്ന് കാറിനുള്ളിൽ വെച്ച് നടന്നത് 6 പേർ ചേർന്ന് നടിയെ ബലാത്സംഗം ചെയ്തു എന്നതാണ്. ബലാത്സംഗം ഒന്നും നടന്നിട്ടില്ല, വെറും ഓറൽ സെക്സ് ആണ് നടന്നത് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. ഓറൽ സെക്സ് എന്ന് പറയുന്നത് ഇത്ര നിസ്സാരമാണോ? ബലാത്സംഗത്തിന് തുല്യമായ അതേ പ്രവൃത്തി തന്നെയല്ലേ ഓറൽ സെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ ശാരീരികമായോ ലൈംഗികപരമായോ ഉപദ്രവിക്കുന്നത് തന്നെയാണ് ബലാത്സംഗം എന്ന് പറയുന്നത്. ആക്ച്വലി ഈ സംഭവത്തിൽ പെനിട്രേഷനൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ബലാത്സംഗം എന്ന് പറയുന്നതിൻ്റെ തീവ്രത കുറവാണെന്ന് ചില കൂട്ടർ പറയുന്നത്. ഇതിനകത്ത് ചില സമൂഹത്തിൻ്റെ ചില തെറ്റിദ്ധാരണകൾ ആകെ മാറ്റിയിട്ട് ശ്രീജിത്ത് പണിക്കർ ഇതുവരെ പറയാത്ത, ഇന്ന് പറയുമെന്ന് എനിക്കറിയില്ല, ഇന്നലെ വരെ പറയാത്ത ഈ വിധിന്യായത്തിലെ ചില കള്ളത്തരങ്ങളൂടെ ഞാൻ പറയാം പ്രേക്ഷകരോട്. ഒന്ന്, ഇതെന്ത് കേസാണ്? റേപ്പ് കേസ് അല്ലേ? കൂട്ടബലാത്സംഗം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ബലാത്സംഗം ഇത് BNS ഭാരതീയ ന്യായ സംഹിത വരുന്നതിന് മുമ്പുള്ള കേസാണ്. അതുകൊണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമാണ് ഇത് വിചാരണ ചെയ്യപ്പെട്ടത്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലാണെങ്കിൽ IPC 375, BNS 63, അതാണ് ബലാത്സംഗത്തിൻ്റെ നിർവചനം വരുന്നത്, വകുപ്പ് വരുന്നത്. അപ്പോൾ ബലാത്സംഗം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ധാരണയുണ്ട് എന്താണ് ബലാൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. പച്ച മലയാളത്തിൽ പെനിട്രേഷൻ നടക്കണം അല്ലേ? മലയാളത്തിൽ പറയുന്നതിന് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചില വാക്കുകൾ ഇംഗ്ലീഷിൽ പറയുന്നത് പെനിട്രേഷൻ നടന്നിരിക്കണം. അപ്പോൾ ആളുകൾ നമ്മുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും എഴുതിയിരിക്കുന്നത് കൂട്ടബലാത്സംഗം നടന്നു എന്ന് പറഞ്ഞാൽ ഓടുന്ന ഒരു വണ്ടിക്കുള്ളിൽ വെച്ച് നിസ്സഹായ ആയ ഒരു പെൺകുട്ടിയെ 6 മല്ലന്മാർ ചേർന്ന് കൂട്ടബലാത്സംഗം നടത്തി, അതായത് പെനിട്രേഷൻ നടത്തി എന്നാണ് ആളുകൾ ആദ്യമേ ധരിക്കുക. അങ്ങനെ നമ്മളൊക്കെ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ കരുതിയിരിക്കുന്ന ആ സംഭവം ഈ കേസിൽ നടന്നിട്ടില്ല. നടന്നതായും ഈ പറയുന്ന അതിജീവിതയ്ക്ക് പരാതിയില്ല, പ്രോസിക്യൂഷൻ കേസില്ല. പിന്നെ മറ്റൊരു കാര്യം നടന്നിട്ടുണ്ട്. ആ മറ്റൊരു കാര്യവും ഇപ്പോൾ ബലാത്സംഗത്തിൻ്റെ പരിധിയിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ ബലാത്സംഗം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ മനസ്സിലുള്ള ആ ഒരു പ്രക്രിയ ഉണ്ടല്ലോ, ഓറൽ സെക്സ് ചെയ്യിച്ചു എന്നാണ്. അത് മാത്രമാണ് ഇതിനകത്തുള്ളത്. അതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് വളരെ കൃത്യമായി പറയുന്ന കാര്യം, ഇതിൻ്റെ തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യം, അതായത് ഈ സംഭവം നടന്നല്ലോ, ഈ പറഞ്ഞ പോലെ വൈദ്യപരിശോധന നടത്തി. ലാലിൻ്റെ വീട്ടിലാണ് നടിയെത്തുന്നത്. ഈ വൈദ്യപരിശോധന നടത്തിയത് പ്രധാനപ്പെട്ട എക്സിബിറ്റ് P113 എന്ന് പറയുന്ന ഒരു മെഡിക്കൽ റിപ്പോർട്ടുണ്ട്. അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ബലാത്സംഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഈ സംഭവമല്ല നടന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ 5-6 പേർ ചേർന്നാണോ നടത്തിയത്? 5-6 പേർ ചേർന്ന് നേരത്തെ പ്രിയൻ പറഞ്ഞ കാര്യം ചെയ്തു എന്നല്ല, ഒരാൾ ചെയ്തു എന്നാണ്, ബാക്കിയുള്ളവർ അതിന് ഒത്താശ ചെയ്തു കൊടുത്തു. അപ്പോൾ ഒത്താശ ചെയ്തു കൊടുത്ത ആളുകളെയും അത് ചെയ്ത ആളുകൾക്ക് തുല്യമായ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തി. അല്ലാതെ ആളുകൾ പറയുന്നത് പോലെ 5-6 പേർ ചേർന്ന് ഒരു പാവം പെൺകുട്ടിയെ അങ്ങ് പീഡിപ്പിച്ചു എന്നല്ല. കാര്യത്തെ നിസ്സാരവൽക്കരിക്കുന്നത് നോക്കൂ. അന്നത്തെ ദിവസം അതിജീവിതയ്ക്ക് ആർത്തവത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. 6 പേർ ചേർന്ന് അവളെ പിടിച്ചു വെച്ച് ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ അവൾ കേണപേക്ഷിച്ചു. താൻ എത്ര പണം വേണമെങ്കിലും തരാം, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്കുമെന്ന് അവൾ കേണപേക്ഷിച്ചു. പക്ഷേ അപ്പോഴവർ പറഞ്ഞത് ഇതൊരു ക്വട്ടേഷനാണ്. അപ്പോഴും അതിജീവിത പറഞ്ഞു, എത്ര പൈസയാണ് അവർ തരാമെന്ന് പറഞ്ഞാൽ ആ പൈസ ഞാൻ തരാം, നിങ്ങൾ എന്നെ ഒന്ന് ഈ റോട്ടിൽ ഇറക്കി വിട്ടേക്ക്. അവരിതൊന്നും കേട്ടില്ല. അവർ ചെയ്തതെന്ന് എല്ലാ വീഡിയോകളിലും പറയുന്നുണ്ട് ഓറൽ സെക്സ് എന്ന്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സെക്സിനേക്കാളും വളരെ അറപ്പുളവാക്കുന്നതാണ് ഒരു സ്ത്രീക്ക് ഓറൽ സെക്സ് എന്ന്. അത് വ്യക്തമായി പറയാൻ എനിക്ക് മടിയുണ്ട്. വായ്ക്കകത്തേക്ക് കുത്തിക്കയറ്റുക, അത്രമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ വീഡിയോ കാണുന്ന സ്ത്രീ പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും അതിൻ്റെ പ്രയാസം എത്രത്തോളം ഉണ്ടെന്ന്. സമൂഹം കരുതുന്നത് പോലെ ഇവിടെ അങ്ങനത്തെ സെക്സ് ഒന്നും നടന്നിട്ടില്ല, വെറും ഓറൽ സെക്സ് ആണ് നടന്നതെന്ന് പറയുന്നത് ഈ വിഷയത്തിലാണ്. ഇതിനെയാണ് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയുന്നത്. ഈ പറയുന്നവന്മാരുടെ വീട്ടിലിരിക്കുന്ന സഹോദരിക്കോ അല്ലെങ്കിൽ മകൾക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ വരണം ഇങ്ങനത്തെ അനുഭവം. അപ്പോഴും ഇങ്ങനെ തന്നെ നിസ്സാരവൽക്കരിക്കണം. പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ അപഹസിക്കാൻ പറഞ്ഞല്ല, ക്രൈം എപ്പോഴും ക്രൈമാണ്. പക്ഷേ അങ്ങനെയാണ് സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്നത്. വളരെ കൃത്യമായി പറയുന്നു, നോ വജൈനൽ ഇൻ്റർകോഴ്സ് നടന്നിട്ടില്ല. അപ്പോൾ ആ ബലാത്സംഗം എന്ന് പറയുന്ന സമൂഹം ധരിച്ചു വെച്ചിരിക്കുന്ന കൃത്യം നടന്നിട്ടില്ല എന്ന് ഈ വിധിന്യായത്തിലുണ്ട്. ഒന്നാം സാക്ഷി ഇര തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപ്പം വലിയ ഇങ്ങനെ ബലം പ്രയോഗിക്കുമ്പോൾ 5-6 പേരൊക്കെ വന്ന് പിടിക്കുമ്പോൾ ഒരു സാധാരണയായിട്ട് പ്രതിരോധിക്കാൻ ശ്രമമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ശാരീരികമായ മുറിവുകളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ചെറിയ ചില പാടുകളുണ്ട്. ഒരു വളരെ മൈൽഡായിട്ട് ലെഫ്റ്റ് ആം, ഇടത്തെ കയ്യിൽ 1 സെൻറ്റിമീറ്ററുള്ള ഒരു പോറലുണ്ട്. 1 സെൻറ്റിമീറ്ററുള്ള പോറൽ. പിന്നെ അതുപോലെ അങ്ങനെ ചെറിയ വളരെ നേരിയ ചില പോറലുകളുണ്ട് കൈകളിൽ എന്നാണ് പറയുന്നത്, കൈകളിലും ടോയിലും. അപ്പോൾ ബലം പ്രയോഗിച്ചില്ലേ എന്ന് ചോദിച്ചാൽ പേടിച്ചിട്ട് ജീവൻ പോയാലോ ഒന്ന് കരുതിയിട്ട് ആ പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല.
എന്തൊരു വാദം പറയും? അതുകൊണ്ട് അവൾക്ക് മുറിവുണ്ടായില്ല അല്ലേ? അതാണോ നീ ഡിഫൻസ് ആയിട്ട് പറയുന്നത് എന്നുള്ള ചോദ്യം ഞാൻ വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത് ശരിയാണ്. ഭയചകിതയായ ഒരു പെൺകുട്ടി ചിലപ്പോൾ താൻ കൊല്ലപ്പെട്ടേക്കാം എന്ന് കരുതിയിട്ട് പറയുന്നുണ്ട്. നീ ഇപ്പോൾ സഹകരിച്ചാൽ നിന്നെ പെട്ടെന്ന് വിടും, ഇല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകും, DD റിട്രീറ്റിൽ കൊണ്ടുപോകും, അവിടെ വേറെ ആളുകളുണ്ടാവും, ചിലപ്പോൾ മയക്കുമരുന്ന് വരും എന്നൊക്കെ പറയുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടി ഒരുപാട് പ്രതിരോധിക്കാൻ നിന്നിട്ട് ഉണ്ടാവില്ല. അപ്പം മുറിവുകളില്ല എന്ന് പറയുന്നത് ഈ പറഞ്ഞ വാദം വെച്ച് തള്ളാം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നു, അതായത് ഈ 113ാമത്തെ രേഖ, എക്സിബിറ്റ് രേഖയിൽ ഇറ്റ് ബോട്ട് ഔട്ട് ദാറ്റ് എക്സിബിറ്റ് P113 does not contain any reason for the unwillingness of PW1 for the vaginal exam. അതായത് ബലാത്സംഗം എന്ന് പറയുന്ന കൃത്യം നമ്മളൊക്കെ കരുതുന്ന പ്രക്രിയയാണോ നടന്നതെന്ന് അറിയാനായിട്ട് വെളുപ്പിനെ 5 മണിക്ക് കളമശ്ശേരിയിലെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ, ഗൈനക്കോളജിസ്റ്റാണ്, കൊണ്ടുപോകുമ്പോൾ അവരോട് ശരീരത്തിലെ ഒരു പ്രത്യേക ഭാഗം പരിശോധിക്കാൻ ഈ അതിജീവിത സമ്മതിച്ചില്ല. എന്തുകൊണ്ട് സമ്മതിച്ചില്ല എന്ന് ഈ രേഖയിൽ എഴുതിയിട്ടില്ല. അതെന്തുകൊണ്ടായിരിക്കാം? അതായത് സത്യത്തിൽ ഈ പരിശോധന എന്ന് പറയുന്നത് ഒറിജിനിറ്റി ടെസ്റ്റാണ് അല്ലേ? ഈ പറയുന്ന ആൾ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടോ, കന്യക അവസ്ഥ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ഈ പരിശോധനയിലൂടെ പുറത്തു വരുന്നത്. ആ പരിശോധന നടത്താൻ അതിജീവിത തയ്യാറായില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് എക്സിബിറ്റ് 113 അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, it also suggested to the witness that exhibit P113 is not in prescribed format, but she denied that. അതായത് ഈ കാരണം ഇത് എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന് രേഖപ്പെടുത്താതെ ഉള്ള ഈ മൊഴി തെളിവ് 113ാമത്തെ രേഖ അതിൻ്റെ നിശ്ചയിക്കപ്പെട്ട ഫോർമാറ്റിലല്ല എന്ന് പറഞ്ഞിട്ടും ഈ പരിശോധനയ്ക്ക് സമ്മതിച്ചില്ല. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ബലാത്സംഗമല്ല നടന്നത്. പക്ഷേ അതും നിയമപ്രകാരം നടന്ന കൃത്യവും റേപ്പിൻ്റെ പരിധിയിൽ, നിർവചനത്തിൽ തന്നെയാണ് പുതിയ കാലത്ത് ഉപയോഗിക്കുന്നത്. അതായത് ഒരു സ്ത്രീയുടെ അന്തസ്സ് നശിപ്പിക്കുന്ന ആ പ്രക്രിയ റേപ്പായിട്ട് കണക്കാക്കും. പക്ഷേ അതിന് പെനട്രേഷൻ വേണമെന്ന് ഇല്ല. അപ്പോൾ റേപ്പ് തന്നെയാണ് കുറ്റം. പക്ഷേ ആദ്യമേ നമ്മൾ ഇത് പൊതുജനം മനസ്സിലാക്കേണ്ടത്, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന തരത്തിലുള്ള റേപ്പ് നടന്നിട്ടില്ല, വജൈനൽ ഇന്റർകോഴ്സ് നടന്നിട്ടില്ല. മാത്രമല്ല അങ്ങനെ ആ ഭാഗം പരിശോധിക്കാനുള്ള ടെസ്റ്റ് നടത്താൻ ഇര സമ്മതിച്ചിട്ടില്ല. ആ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 fingers ECD ഗോയിങ് ഇൻസൈഡ് എന്ന് പറയുന്ന ടെസ്റ്റാണ്. അതാണ് ഡോക്ടർ നടത്താറുള്ളത്. ഞാനത് വിശദമായിട്ട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് നടത്താൻ ഇര സമ്മതിച്ചില്ല എന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് അവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല എന്ന് ഈ ഫോർമാറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളുടെ മനോഗതം നോക്കണം. ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു കളിപ്പാട്ടമാണെന്നുള്ള ധാരണയോടുകൂടിയാണ് അവർ സംസാരിക്കുന്നത്. വെറും ഒരു കളിപ്പാട്ടം, ഓറൽ സെക്സ് ഒന്നുമല്ല, വെറും ഒരു കൊച്ചു കുഞ്ഞ് ഒരു കളിപ്പാട്ടത്തോട് കാണിക്കുന്ന അതേ ഒരു ലാഘവത്തോടു കൂടെയുള്ള പറച്ചിൽ. ഇൻ്റർകോഴ്സ് നടന്നിട്ടില്ല എന്ന് ഇവിടെ ഇരയായ ഒന്നാം സാക്ഷിയായ അതിജീവിത തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവർ പറയുന്ന മറ്റൊരു കാര്യം, അതിജീവിത മെഡിക്കൽ പരിശോധനയ്ക്ക് തയ്യാറായില്ല എന്നാണ്. എന്തുകൊണ്ടായിരിക്കും അതിജീവിത മെഡിക്കൽ ടെസ്റ്റിന് തയ്യാറാവാതിരുന്നത്? കന്യകാത്വം ഓൾറെഡി നഷ്ടപ്പെട്ടവളായിരിക്കുമോ? എന്താ അറിയാനുള്ള ഭയങ്കര ആകാംക്ഷ. ആക്ച്വലി ഈ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ബലാത്സംഗം തന്നെയാണ്. ഓൾറെഡി ഉള്ള കന്യകാത്വം നഷ്ടപ്പെടാനേ ഈ ഒരു ടെസ്റ്റ് കൊണ്ട് സാധ്യമാകുകയുള്ളൂ. അതുകൂടാതെ ഈ കേസിലാണെങ്കിൽ അതിജീവിത പ്രത്യേകം പറഞ്ഞതാണ്, ഒരു ഇൻ്റർകോഴ്സ് അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് അതിജീവിത വ്യക്തമാക്കിയതുമാണ്. അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്ക് അവിടെ ഇൻ്റർകോഴ്സ് നടന്നു എന്നുള്ള കാര്യം പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഓൾറെഡി പറഞ്ഞതാണ് ഇത് ഇൻ്റർകോഴ്സ് അല്ല, ഓറൽ സെക്സ് ആണ് ആ കാറിനുള്ളിൽ വെച്ച് നടന്നത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സാക്ഷി വിസ്താരത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഇൻ്റർകോഴ്സ് അല്ല, ഓറൽ സെക്സ് ആണ് നടന്നിട്ടുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ അതിജീവിതയുടെ ഭാഗത്ത് ഇങ്ങനെയൊരു കാര്യം പ്രൂവ് ചെയ്യേണ്ട ഇത് ആവശ്യം ഒട്ടും ഇല്ലാതാനും. അതിനേക്കാളൊക്കെ ഉപരി ഈ മെഡിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ പീഡനമാണ്. ഓൾറെഡി ഉള്ള കന്യകാത്വം നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രോസസ്സ് കൂടിയാണിത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു ടെസ്റ്റിന് അതിജീവിത തയ്യാറാവാതിരുന്നത്.